നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടി.പി. ചന്ദ്രശേഖരനെ അരുംകൊല ചെയ്തവർക്കും ചെയ്യിച്ചവർക്കും ഇപ്പോഴാണ് വിഷമമുണ്ടായത്. അരുംകൊലയുടെ ഇരകൾ എങ്ങനെ ജീവിക്കുന്നു എന്നതല്ല, ഈ ക്രൂരത ചെയ്തവർക്കൊക്കെ ഭാര്യയും അമ്മയും മക്കളും ഉള്ളതിനാൽ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കണം പോലും. വധശിക്ഷ ഒഴിവാക്കണമത്രേ. നിരായുധനായ ഒരു വ്യക്തിയെ പാർട്ടി പകയുടെ പേരിൽ ഉന്മൂലനം ചെയ്യാൻ CPM നിയോഗിച്ച കൂലി അടിമകളായ കൊലയാളികൾ ടി.പി. 51 വെട്ടുവെട്ടി അരുംകൊല ചെയ്തവർക്ക് അന്ന് കുറ്റബോധമുണ്ടായിരുന്നില്ല. രാത്രി 10-ന് പെരുംവഴിയിൽ വെച്ച് ബോംബെറിഞ്ഞ് വീഴ്ത്തി കൊടുവാളിൽ അരിഞ്ഞു നുറുക്കിയവർക്ക് ഇപ്പോൾ പറയാനുള്ളത് കടുത്ത ശിക്ഷ നൽകരുതെന്ന്. തല മുതൽ കാൽ വരെ 58 വെട്ടുകൾ, മുഖത്തും തലയിലും മാത്രം 30-ലേറെ വെട്ടുകൾ. അതും മാത്രമല്ല, ഇങ്ങനെ ഒരു മനുഷ്യനെ കുലംകുത്തിയെന്ന് അപമാനിക്കാൻ കാരണഭൂതൻ കാണിച്ച ക്രൂരത എത്രയോ ആക്ഷേപകരമായിരുന്നു. 30 വർഷം CPM-ന് വേണ്ടി അധ്വാനിച്ച ശേഷമാണ് ടി.പി. ചന്ദ്രശേഖരൻ RMP പ്രസ്ഥാനം ഉണ്ടാക്കിയതെന്ന് നീതിബോധം പോലും ഇരട്ടച്ചങ്കരുണ്ടാകാതെ പോയി. അന്ന് ടി.പി.യുടെ അരിങ്കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോവുകയും ശിക്ഷ വിധിക്കുകയും വരെ ഭീഷണിയും വെല്ലുവിളി തുടരുകയും ജയിലിൽ തുടരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത കൊടുപാതകികളാണ് കോടതിയിൽ ഇപ്പോൾ യാചിക്കുന്നത്. പാർട്ടി കോടതിയിലെ നിയമമല്ല ഹൈക്കോടതിയിലെ നിയമമെന്ന് പ്രതികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വധശിക്ഷ നൽകാതിരിക്കാൻ പ്രതികളോട് ചോദിച്ചപ്പോഴാണ് പ്രതികൾ ഇളവും ആനുകൂല്യവും ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിരവധി തെളിവുകളോടെ കുറ്റവാളിയെന്ന് കോടതി കണ്ടെത്തി ശിക്ഷിക്കുകയും ശിക്ഷ പോരെന്ന് ഹൈക്കോടതി തീരുമാനിക്കുകയും ചെയ്ത കേസ്. അവിടെയും താൻ നിരപരാധി എന്നായിരുന്നു ടി.പി. ഏറ്റവും അധികം ആക്രമിച്ച് തുടരെ വെട്ടി മാംസം ചിതറിച്ച 1-ാം പ്രതി MC അനൂപ് കോടതിയോട് പറഞ്ഞത്. ശിക്ഷ കൂട്ടരുതെന്നും ഭാര്യയും കുട്ടികളും ഉണ്ടെന്നാണ് ഈ കൊടും ക്രിമിനലിന്റെ ന്യായീകരണം. വധശിക്ഷയ്ക്ക് വിധിക്കരുതെന്നും വീട്ടിൽ മറ്റാരുമില്ലെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. നിരപരാധിയാണ് താനെന്ന് 2-ാം പ്രതി കിർമാണി മനോജും കോടതിയിൽ പറഞ്ഞു. പ്രായമായ അമ്മ മാത്രമാണ് വീട്ടിലുള്ളതെന്നും ശിക്ഷ വർദ്ധിപ്പിക്കരുതെന്നുമാണ് അയാളുടെ ആവശ്യം. ടി.പി.യുടെ മരണശേഷം വൃദ്ധയായ ഒരു അമ്മയും ഭാര്യയും പ്രായപൂർത്തിയാകാത്ത ഒരു മകനും അയാൾക്കുണ്ടെന്ന് പ്രതികൾ മറന്നുപോയി. CPM നേതാക്കളാകട്ടെ KK രമയെ അപമാനിക്കുകയും ഇലക്ഷനെ തോൽപ്പിക്കാൻ ആവും വിധം ശ്രമിക്കുകയും ചെയ്തു. കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ കൊടിസുനിയുടെ മറുപടി. പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂവെന്നും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന സർക്കാരിന്റെയും രമയുടെയും ആവശ്യത്തിൽ ഒന്നും ബോധിപ്പിക്കാനില്ലെന്നും ഇയാൾ പറഞ്ഞു. ടി.പി.യെ കൊല ചെയ്ത ശേഷം എന്തിനാണ് ഒളിവിൽ പോയതെന്ന ചോദ്യത്തിന് ഈ പ്രതികൾക്കാർക്കും ഉത്തരമില്ല. അരിങ്കൊല നടത്തിയതിനു ശേഷം ഒരിക്കൽ പോലും പ്രതികൾ രമയോടും കുടുംബത്തോടും മാപ്പ് പറഞ്ഞിട്ടില്ല. ചെയ്ത പാതകത്തിൽ പശ്ചാത്തപിച്ചിട്ടുമില്ല. ടി.പി. കേസിന്റെ ഭാഗമായി തടവിൽ കഴിയവേ പോലീസ് മർദ്ദനത്തെ തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടെന്നാണ് T.K. രജീഷ് കോടതിയിൽ പറഞ്ഞത്. ശിക്ഷാ കാലയളവിൽ +2 പാസ്സായി ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നായിരുന്നു ഷാഫിയുടെ ആവശ്യം. നിരപരാധിയാണെന്നും ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് പറഞ്ഞ സിജിത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഭാര്യയ്ക്കും കുട്ടിക്കും ഒപ്പം ജീവിക്കാൻ അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരാണെന്നായിരുന്നു ശിക്ഷയിളവ് തേടി KC രാമചന്ദ്രൻ പറഞ്ഞത്. രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിലാണ് തന്നെ കേസിൽ കുടുക്കിയത്. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞതാണ്. വലത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. പോലീസ് മർദ്ദനത്തിന്റെ ഭാഗമായി നട്ടെല്ലിന് പരിക്കുണ്ടെന്നും പരിയാരം മെഡിക്കൽ കോളേജിൽ സർജറി തീരുമാനിച്ചിരിക്കുകയാണെന്നും രാമചന്ദ്രൻ ന്യായീകരിച്ചു. വൃദ്ധജനങ്ങളെ സംരക്ഷിക്കാൻ പകൽ വീട് തന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതിനെ ബോധിപ്പിക്കാനുണ്ടായിരുന്നത്. കുറ്റം ചെയ്തിട്ടില്ലെന്നും 78 വയസ്സാണെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടെന്നും KK കൃഷ്ണൻ പറഞ്ഞു. ഫെബ്രുവരി 12-നാണ് RMP നേതാവ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ഹൈക്കോടതി ശരിവെച്ചത്. വിചാരണയ്ക്ക് ശേഷം 2014-ൽ MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, T.K. രജീഷ്, CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന P.K. കുഞ്ഞനന്ദൻ അടക്കം 11 പ്രതികളെ ജീവപര്യന്തം തടവിനും കണ്ണൂർ സ്വദേശി ലംബു പ്രദീപിനെ 3 വർഷത്തെ തടവിനും ശിക്ഷിച്ചിരുന്നു. 36 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ CPM നേതാവായ P. മോഹനൻ ഉൾപ്പെടെ 24 പേരെ വിട്ടയച്ചിരുന്നു. ശിക്ഷ അനുഭവിക്കുന്നതിനിടെ P.K. കുഞ്ഞനന്ദൻ 2020 ജൂണിൽ മരിച്ചു. ഈ നിലയിലാണ് രമയുടെ അപ്പീൽ മേൽക്കോടതി അതിനിർണായകമായ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. അമ്മയും മക്കളും കുടുംബവും ഉണ്ടെന്ന് പറഞ്ഞ പ്രതികൾ ചന്ദ്രശേഖരന് കുടുംബമുണ്ടായിരുന്നു എന്ന് ഓർത്തില്ല. ചന്ദ്രശേഖരൻ അമ്മയുണ്ടായിരുന്നു. അമ്മ ഹൃദയം പൊട്ടിയാണ് മരിച്ചതെന്ന KK രമയുടെ വാക്കുകൾക്ക് മറുപടി പറയാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, ഡോക്ടർ കൗസർ എടപ്പങ്കത്ത് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹൈക്കോടതിയിൽ വാദം കേട്ടത്. 6-ാം പ്രതി ഒഴികെയുള്ളവർക്ക് വധഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തലുണ്ടായത്. ഈ സാഹചര്യത്തിലാണ് 1 മുതൽ 5 വരെയും 7 പ്രതികളുടെ ശിക്ഷാവിധി ഉയർത്താനുള്ള കോടതിയുടെ തീരുമാനം.